ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരളത്തിന് പുറത്തു പോകുന്ന മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടാകും, അതുപോലെ തന്നെ ആശങ്കയും. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അച്ഛനമ്മമാരുടെ അതീവ ശ്രദ്ധയും ജാഗ്രതയും വേണ്ട കാലമാണ്. സൗഹൃദം നടിച്ച് അവരെ കെണിയിൽ വീഴ്ത്താൻ പല സംഘങ്ങളുമുണ്ട്. ബംഗളൂരുവിൽ മലയാളിയായ പെൺകുട്ടിക്ക് നേരെയുണ്ടായ അതിക്രമം ആശങ്കയോടെ കാണേണ്ടതാണ്. പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്തിരുന്ന കോട്ടയം സ്വദേശിനി സുഹൃത്തുക്കളുടെ മുറിയിൽ വെച്ചാണ് പീഡനത്തിനിരയായത്. സംഭവത്തിൽ വയനാട് സ്വദേശി ഹൈനസിനെതിരെ പോലീസ് കേസെടുത്തു. പിറ്റേ ദിവസം മടിവാള സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്നും വെർജിനാണോ എന്ന് ചോദിച്ച് അവമാനിച്ചെന്നും പെൺകുട്ടി ആരോപിക്കുന്നു. മെയ് 11 സുഹൃത്തുക്കളുടെ താമസ സ്ഥലത്ത് വെച്ച് പെൺകുട്ടി പീഡനത്തിനിരയായെന്നാണ് പരാതി. ബംഗളൂരുവിൽ പഠിക്കുന്ന കോട്ടയം സ്വദേശിനിയായ 20-കാരി പഠനത്തോടൊപ്പം സുഹൃത്തുക്കൾ നടത്തുന്ന മോമോസ് ഷോപ്പിൽ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നു. 2 മലയാളി യുവാക്കളാണ് ഈ ഷോപ്പ് നടത്തുന്നത്. മോമോസ് ഷോപ്പ് വിൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇവർ. ഇതിന് ഇടനിലക്കാരനായി വന്നതാണ് പ്രതി ഹൈനസ്. 11-ാം തീയതി വൈകിട്ട് ഇവിടെ നടന്ന പാർട്ടിയിലേക്ക് പെൺകുട്ടിയെയും വിളിച്ചിരുന്നു. പെൺകുട്ടിയുടെ സുഹൃത്തുക്കളായ യുവാക്കൾ ഭക്ഷണം കൊണ്ടുവരാനായി പോയപ്പോൾ പ്രതി ഹൈനസ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി. Give a serious complaint of incident regarding to molestation happened to me. We move forward with the complaint. They will kill us, and we got afraid because inside the police station only they are threatening. So that time we got so afraid because we thought that they have so much power, and actually they have so much power. The police also not supporting, not giving so much pressure into that case or anything. So we got afraid, and they said that if we move forward, they will kill us. If we agree to compromise, they will never come across our ways. They will never harm us. സംഭവത്തെപ്പറ്റി പരാതി നൽകിയാൽ പെൺകുട്ടിയുടെ ജീവനെടുക്കുമെന്നും പ്രതി ഭീഷണിപ്പെടുത്തി. അതിനെ നീയാണ് കഴിച്ചാണെങ്കിലേ നീ വലിയ പടച്ചുവാണ്, പക്ഷെ പുറത്തു വന്നല്ലേ പെൺകുട്ടി പിറ്റേന്ന് രാവിലെ തന്നെ മടിവാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എന്നാൽ പരാതി സ്വീകരിക്കാൻ ആദ്യം പോലീസുകാർ തയ്യാറായില്ല. മൊഴിയെടുക്കാൻ വനിതാ പോലീസിനെ പോലും നൽകിയില്ല. വൈദ്യപരിശോധന നടത്തണമെന്ന് പറഞ്ഞിട്ടും അതിന് തയ്യാറായില്ല. വിർജിനാണോ എന്നൊക്കെ ചോദിച്ച് അവമാനിക്കുകയാണ് പോലീസ് ചെയ്തതെന്നും പെൺകുട്ടി ആരോപിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ചും പിന്നീട് താമസ സ്ഥലത്തെത്തിയും ഹൈനസും ഗുണ്ടകളും ഭീഷണിപ്പെടുത്തിയതായും പെൺകുട്ടികളും സുഹൃത്തുക്കളും പറഞ്ഞു. ഇതിന്റെ ദൃശ്യങ്ങളും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. ബംഗളൂരു നോർത്ത് ഈസ്റ്റ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറെ നേരിട്ട് കണ്ട പരാതി പറഞ്ഞപ്പോഴാണ് ഉടൻ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. സംഭവം നടന്ന് 9-ാം ദിവസമാണ് വൈദ്യപരിശോധന നടത്തി പോലീസ് കേസെടുത്തത്. എന്നാൽ ഹൈനസിനെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. പോലീസിനെ സമീപിച്ച ശേഷം താമസ സ്ഥലത്തെത്തി ആക്രമിക്കാനും പ്രതി ശ്രമിച്ചിരുന്നു. ഇപ്പോഴും പ്രതിയിൽ നിന്ന് ഭീഷണി ഉണ്ടെന്നാണ് യുവതിയും സുഹൃത്തുക്കളും പറയുന്നത്. ന്യൂസ് 18 ബംഗളൂരു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.